പഹൽഗാമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ 28-ലധികം നിരപരാധികളായ മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ലഷ്കർ ഇ തോയ്ബയുടെ ഒരു നിഴൽ വിഭാഗമായ TRF ആണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഹമാസിനും ഇതിൽ പങ്കുണ്ട് എന്നാണ്. പാലസ്തീൻ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇസ്രയേലിനെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന, നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയും ഇതിൽ പങ്കുചേർന്നിരിക്കുന്നു. അവരുടെയും പങ്കാളിത്തം ഇതിനുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ TRF ഈ ഭീകരവാദ സംഘടന രൂപീകരിച്ചിട്ട് അധികം നാളൊന്നും ആകുന്നില്ല. 2018-19 ആ കാലഘട്ടത്തിലാണ് ഈ സംഘടന രൂപീകരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം വ്യത്യസ്തമാണ്. കാരണം ഇതിനു മുമ്പ് നാം പല തീവ്രവാദ സംഘടനകളെയും കണ്ടിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി പുതിയ കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം ആ സംഘടനയിൽ കാണാനുണ്ട്. അതിൻ്റെ ഈ തീവ്രവാദികളെ സെലക്ട് ചെയ്യുന്നതെല്ലാം ഓൺലൈനാണ്. അതോടൊപ്പം തന്നെ അതിൽ തന്നെ പ്രത്യേക രീതിയുണ്ട്. പുതിയ കാലത്തെ സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ളവ അവർ നടപ്പിലാക്കിയാണ് ഈ ഭീകരപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. പണ്ട് നാം കണ്ടിരുന്നു ഈ മതവുമായി ബന്ധപ്പെട്ട് മതത്തിൽ വിശ്വസിക്കുന്ന അടിമകളെയാണ് ഈ തീവ്രവാദത്തിലേക്ക് കൂടുതൽ പോകുന്നത്. മറിച്ച് ഈ സംഘടന കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് യുവാക്കളെയാണ്. അതും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ കണ്ടെത്തുകയും പിന്നീട് അവരുമായി സൗഹൃദം സ്ഥാപിച്ച് അവരുടെ ആവശ്യങ്ങൾ എന്താണ് ആ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ഈ സംഘടനയിലേക്ക് എത്തിക്കുന്നത്. അത് പുതിയൊരു കാലത്തിൻ്റെ പുതിയൊരു രീതിയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നാം കാണേണ്ടത്, ഇത്തരം രീതികൾ പണ്ട് നടപ്പിലാക്കി വരുന്നത് ഈ പുതിയ സാങ്കേതിക വിദ്യകൾ വളരെ രീതിയിൽ ഉപയോഗിക്കുകയും ഇരവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയുണ്ട് അങ്ങ് ഗാസയിൽ. അതിൻ്റെ പേര് ഹമാസാണ്. അങ്ങനെ ഹമാസിൻ്റെ കൃത്യമായ രീതികളും അജണ്ടകളുമാണ് ഇന്ത്യയിൽ ഈ സംഘടന നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഈ ഹമാസിൻ്റെ കാര്യം നമുക്ക് കൃത്യമായി തന്നെ അറിയാവുന്നതാണ്. ആ രാജ്യത്തെ വികസനം വരാൻ പാടില്ല, ടൂറിസം വികസിക്കാൻ പാടില്ല. എന്താണോ മുൻകാലങ്ങളിൽ അവിടെ ഉള്ളത് ആ രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോകാനുള്ളത്. നാം ഈ പാലസ്തീൻ എന്ന് പറയുമ്പോൾ അവിടെ പല പ്രദേശങ്ങളുണ്ട്. ഈ ഗാസയിൽ മാത്രമാണ് ഈ ഹമാസിന്റെ സ്വാധീനമുള്ളത്. പുറത്തുള്ള സ്ഥലങ്ങളിൽ പാലസ്തീനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവിടെ ടൂറിസം ഉണ്ട്, അവർ സുന്ദരമായി ജീവിക്കുന്നുണ്ട്. പക്ഷെ ഈ ഗാസയിൽ മാത്രമാണ് മുനമ്പിലാണ് അപ്പോൾ അവർ പറയുന്നത് അറിയാമല്ലോ, ഈ വികസനം പാടില്ല, ടൂറിസം പാടില്ല, എല്ലാം ഈ മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് പോവുക, അതെ. അത് തന്നെയാണ് ഈ സംഘടനയും പറയുന്നത്. ജമ്മു കാശ്മീരിൽ വികസനം വേണ്ട, ടൂറിസം വേണ്ട, എന്താണോ പഴയ രീതി ആ രീതി അനുസരിച്ച് മുന്നോട്ട് പോവുക. അതിനെതിരെ നിൽക്കുന്ന ആരാണെങ്കിൽ അവരെ കൊന്നു തള്ളുക, ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുമ്പോൾ അവരെ കൊല്ലുക. അതോടൊപ്പം തന്നെ കുടിയേറ്റ തൊഴിലാളികൾ ഈ ജമ്മു കാശ്മീരിലേക്ക് കടന്നു വരുമ്പോൾ അവരെ കൊല്ലുക. ആ രീതിയിലുള്ള ഒരു നീക്കമാണ് ഉണ്ടായത് കഴിഞ്ഞ ഒക്ടോബറിൽ. കാരണം വർഷങ്ങൾ കാലം 2 വർഷം മുൻപ് ഇസ്രയേലിൽ ഒക്ടോബർ 7-ന് നടന്നൊരു ആക്രമണമുണ്ട്. അത് ഇതിന് സമാനമായ രീതിയിലാണ്. ടൂറിസ്റ്റുകൾ സംഘടിക്കുന്നു, ഒരു അവധി ദിവസമാണ്, വലിയ രീതിയിൽ ടൂറിസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഈ ഹമാസ് തീവ്രവാദികൾ കടന്നു വരുന്നു, പേരുകൾ ചോദിക്കുന്നു, ഒരു വെടിവെപ്പ് നടത്തുന്നു, ജനങ്ങളെ കൊലപ്പെടുത്തുന്നു, സ്ത്രീകളെ ഉൾപ്പെടെയുള്ളവരെ പിടികൂടുന്നു. ആ രീതിയിൽ തന്നെയാണ് 2 ദിവസം മുൻപ് നടന്ന ഈ ജമ്മു കാശ്മീരിൽ നടന്ന ആക്രമണവും ആ രീതിയിൽ തന്നെയാണ്. ഒരു വലിയ ജനക്കൂട്ടം ടൂറിസ്റ്റുകൾ അവിടെ സംഘടിച്ച് അവിടെ തങ്ങളുടെ സന്തോഷം പങ്കിടുന്നു. സാധാരണക്കാരാണ്, അവർ സന്തോഷിക്കാൻ വന്നവരാണ്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഒരു കൂട്ടം തീവ്രവാദികൾ കടന്നു വരുന്നു, മതം ചോദിക്കുന്നു, വെടിവെച്ചു കൊല്ലുന്നു. അതെല്ലാം ഈ ഹമാസിന്റെ രീതികൾക്ക് സമാനമാണ്. അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായി തന്നെ ഹമാസിന്റെ പങ്ക് അന്വേഷിക്കുന്നത്. അതിന് പല തെളിവുകളും കിട്ടിയിരുന്നു. മുൻപ് നാം തന്നെ ചർച്ച ചെയ്തിരുന്നു. ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ഉൾപ്പെടെ ഈ ഹമാസ് നേതാക്കൾ വന്നു. അതോടൊപ്പം തന്നെ ഈ ഭീകരവാദികളുമായി സംസാരിച്ചു, പല കൂടിക്കാഴ്ചകൾ നടത്തി. സോളിഡാരിറ്റി ഫോർ കാശ്മീർ. അപ്പോഴെല്ലാം നാം ചിന്തിച്ചിരുന്നത് ഇത് എന്തിന്റെ തുടക്കമായിരുന്നു എന്നാണ്. പക്ഷെ അന്ന് ആ കൂടിക്കാഴ്ചയുടെ ബലം, അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള അംബാസഡർ ഉൾപ്പെടെ അതിലൊരു സ്ഥിരീകരണം നടത്തിയിട്ടുണ്ട്. ഈ ഹമാസിന്റെ പങ്ക് വ്യക്തമായിട്ടുണ്ട്. ഹമാസ് നേതാക്കൾ എന്തിനാണ് ഈ കാശ്മീരിൽ, പാക് അധിനിവേശ കാശ്മീരിൽ വന്നത് എന്ന അടക്കമുള്ള രീതികളിൽ കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ സംഘടന ഈ ഹമാസിന്റെ അന്ന് ഇസ്രയേലിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട് പല ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. അത് പല ചിത്രങ്ങളും പുറത്തുവിട്ടത് ഈ തീവ്രവാദികൾ തന്നെയാണ്. ഈ ഹമാസ് തീവ്രവാദികളുടെ ഒരു രീതിയാണ് ഈ അക്രമങ്ങൾ ചിത്രീകരിച്ച്
സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക അത് മറ്റുള്ളവരെ ഭയപ്പെടുത്താനായി പ്രചരിപ്പിക്കുക എന്ന് അത് തന്നെയാണ് ഈ സംഘടനയെ നടപ്പിലാക്കുകയാണ്. ഇവർ ഈ തീവ്രവാദികളുടെ ഹെൽമറ്റുകളിൽ ചെറിയ ക്യാമറകൾ അവർ ഘടിപ്പിക്കും. ആ ക്യാമറകളിലൂടെയാണ് ഇവർ ഈ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്ന ഒരു നടപടിയുമുണ്ട്. അതൊന്നും മുൻപ് നാം അത്തരത്തിലുള്ള ഭീകരാക്രമണമൊന്നും കണ്ടിട്ടില്ല. കാരണം ഇവർ ഈ പട്ടാളത്തെ ഉൾപ്പെടെ വധിക്കും, സാധാരണക്കാരെ വധിക്കും, സ്ത്രീകളെ ഉൾപ്പെടെ ഉപദ്രവിക്കുമെങ്കിൽ അതൊന്നും ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അത് പിന്നീട് പത്രക്കുറിപ്പിലൂടെയോ അല്ലെ മറ്റ് മാധ്യമങ്ങളിലൂടെ വീഡിയോ ചിത്രീകരിച്ച് അവർ ഈ അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ അക്രമ ദൃശ്യങ്ങൾ ഒരിക്കലും അവർ ഈ ചിത്രീകരിക്കുന്ന ഒരു ഏർപ്പാടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഹമാസിന്റെ രീതി തന്നെയാണ് ഈ സംഘടന നോക്കിക്കാണുന്നത്. പക്ഷെ അത് ഏറ്റവും പ്രധാനമായി ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ അതിന് കൃത്യമായി തന്നെ നിലപാടെടുക്കണം. ഹമാസ് എന്ന സംഘടന ഇന്ത്യക്ക് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ്. അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ഹമാസുമായി ബന്ധപ്പെട്ട അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലെല്ലാം ചില തെമ്മാടി കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അവരുടെ ജനാധിപത്യം ഒരു രാജ്യമാണ്, ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു, ഗാസയിലെ പാവപ്പെട്ടവരായ ജനങ്ങളെ കൊലപ്പെടുത്തുന്നു എന്നൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ എന്തായാലും ഈ ഹമാസ് ആരാധകർ ശ്രമിക്കുന്നുണ്ട്. അതിനെല്ലാം തുടച്ചു നീക്കാൻ എന്തായാലും അമേരിക്കയ്ക്കെല്ലാം അവസാന ഘട്ടത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപ് വന്നതിന് പിന്നാലെ തന്നെ അവർ അതിനെതിരായി പ്രവർത്തിക്കുന്നു. ഫ്രാൻസിൽ ഹമാസിനെതിരെ നടപടികൾ എടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. ബ്രിട്ടനിൽ നാം കാണുന്നുണ്ട്. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഈ ഹമാസിൻ പ്രേമിക്കുകയാണെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് അവർക്ക് മനസ്സിലായി. എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നത് വലിയ സംശയം തന്നെയാണ്. കാരണം മാസങ്ങൾക്ക് മുൻപായിരുന്നു പാലക്കാട് ആനപ്പുറത്ത് തന്നെ ഈ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളുമായി വലിയ പ്രകടനം വരുന്നു. പക്ഷെ അതിനെയൊന്നും കേരളത്തിൽ അതിനുള്ള സാഹചര്യമുണ്ടല്ലോ. ഇനി നമുക്ക് അന്വേഷിക്കുമ്പോൾ അറിയാം ഈ ഭീകരാക്രമണത്തിൽ തന്നെ മലയാളികളായ എത്ര പേർക്ക് പങ്കുണ്ടായിരുന്നു. കാരണം ഈ ശ്രീലങ്കയിലെല്ലാം ഫ്രാൻസിലെ എവിടെ സ്ഫോടനം നടന്നാലും ഒരു മലയാളി അതിനകത്ത് ഉൾപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് ലോകത്തുള്ളത്. അതുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ സമരം നടന്നപ്പോഴും നാം കണ്ടതാണ് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തുന്നു. ഈ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിയത് എന്തെന്ന് മുസ്ലിം സംഘടനകൾ തന്നെ ചോദിക്കുകയാണ്. സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ ചോദിക്കുന്നു, നിങ്ങൾ വഖഫിനെതിരെ സമരം ചെയ്യുകയാണ്, അതിന്റെ പേരിൽ എന്തിനാണ് ഈ ഹമാസിന്റെ നേതാക്കളുടെ ഈ ഹമാസിന്റെയും ഹൂതികളുടെയും ഒക്കെ പടങ്ങൾ എന്തിനാണ് ഉപയോഗിച്ചത്? മുസ്ലിം ബ്രദർഹുഡ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ എന്തിനാണ് ഉയർത്തിയതെന്ന് അവർക്ക് തന്നെ സംശയമുണ്ട്. ആ സംശയങ്ങളെല്ലാം ഈ നമ്മുടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ കൃത്യമായി തന്നെ പരിഗണിക്കണം. കാരണം ഈ പറയുമല്ലോ പല ഈ യുദ്ധ വിദഗ്ധരും പറയും, യുദ്ധം നടക്കുമ്പോൾ വിജയി മാത്രമേ ഉള്ളൂ, സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കൊന്നും ഇല്ല. കാരണം യുദ്ധത്തിന് മുന്നിൽ വിജയം മാത്രം, പരാജയപ്പെട്ടവന്റെ കഥ കഴിയുകയാണ്. അതുകൊണ്ട് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉണ്ടാകാതെ തന്നെ ജാഗ്രതയോടെ കേന്ദ്ര ഏജൻസികളും അതിൻ്റെ സംഘടനകളും പോകണം. ഹമാസിനെ കൃത്യമായി തന്നെ നിരീക്ഷിക്കണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹമാസിനെ അതും നേതാക്കളെയും കൃത്യമായി നിരീക്ഷിക്കുന്നു. അവർ എന്തിനാണ് ജമ്മു കാശ്മീരിൽ വന്നത്, അതോടൊപ്പം തന്നെ തീവ്രവാദ നേതാക്കളെ കണ്ടത്, പാകിസ്ഥാനുമായി എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയത്, അതിനുള്ള കൃത്യമായ അന്വേഷണം എന്തായാലും കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചിട്ടുണ്ട്.